ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ കടുത്ത അതൃപ്തിയുണ്ടെങ്കിലും NCP അജിത് പവാർ വിഭാഗം തൽക്കാലം NDA വിട്ടേക്കില്ല. തിടുക്കപ്പെട്ട് കടുത്ത തീരുമാനം എടുക്കേണ്ട എന്നാണ് കോർ കമ്മിറ്റി യോഗത്തിലെ തീരുമാനം. പ്രതിഷേധം ആദ്യ മുന്നണി യോഗത്തിൽ ഉന്നയിക്കാനാണ് ധാരണ. കുറവ് സീറ്റ് നൽകി തന്നെ ഒതുക്കിക്കളഞ്ഞെന്ന അമർഷത്തോടെയാണ് അജിത് പവാർ തെരഞ്ഞെടുപ്പിനിറങ്ങിയത്. ഫലം വന്നതോടെ അമർഷം കടുത്തു. തന്റെ ഭാര്യയെ മുന്നണിയുടെ സമ്മർദ്ദം കൊണ്ടുകൂടിയാണ് മത്സരത്തിനിറക്കിയത്. എന്നിട്ട് അവിടെ പോലും കാലുവാരി BJPയും ചിന്തയും ചേർന്ന് തോൽപ്പിച്ചെന്നാണ് അജിത്തിന്റെ വിലയിരുത്തൽ. ദില്ലിയിൽ NDA യോഗത്തിൽ നിന്ന് ഇന്നലെ വിട്ടുനിന്ന അജിത്ത് ഇന്ന് നേതൃയോഗം വിളിച്ചു. മുന്നണി വിടാൻ പ്രേരണയുണ്ടെങ്കിലും തൽക്കാലം അത് പ്രതിസന്ധി കൂട്ടുകയുള്ളൂ എന്നായിരുന്നു പൊതുവികാരം. മുന്നണി യോഗത്തിൽ പ്രതിഷേധം അറിയിക്കും. राष्ट्रवादी कांग्रेस पार्टी की कोर ग्रुप की बैठक राष्ट्रीय अध्यक्ष अजित दादा के नेतृत्व में वहाँ पे हो गई. लोकसभा के चुनाव के बारे में हमने वहाँ पे चर्चा की. हमारे सब साथियों ने उसके बारे में जिस कॉन्स्टिट्यूंसी में वो काम कर रहे थे उसके अनुभव वहाँ पे कथन किए. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിലപേശലില്ലാതെ അധിക സീറ്റ്, മന്ത്രിസഭാ വികസനം നടത്തി കൂടുതൽ മന്ത്രിസ്ഥാനം എന്നിവ മുന്നണിയിൽ നേടിയെടുക്കാനാണ് തീരുമാനം. വഴങ്ങാതെ വന്നാൽ മാത്രം മറ്റു വഴി തേടും. ഒപ്പമുള്ള MLA-മാരിൽ ചിലർ ശരത് പവാർ ക്യാമ്പുമായി ചർച്ച നടത്തിയെന്ന പ്രചാരണവും അജിത് വിഭാഗം തള്ളുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചടിയേറ്റാൽ അത് തന്റെ രാഷ്ട്രീയ ഭാവി പോലും അപകടത്തിലാക്കുമെന്ന ബോധ്യം അജിത് പവാറിനുണ്ട്. എന്നാൽ അത് മുന്നിൽ കണ്ട് കടുത്ത തീരുമാനങ്ങൾ പെട്ടെന്നെടുക്കാനുള്ള കരുത്തും അജിത്തിനിപ്പോൾ ഇല്ല. മുംബൈയിൽ നിന്നും വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.